പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിച്ചു വരുന്നത്. അതായത് സ്ത്രീകൾക്ക് ഒരു 14 വയസ്സിലെ മുൻപൊക്കെ ആർത്തവം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 10 വയസ്സിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയൊക്കെ കൊണ്ടിട്ടാണ്. ഈ 14 വയസ്സിൽ പണ്ട് ആർത്തവം സ്റ്റാർട്ട് ചെയ്തിരുന്ന സ്ത്രീകൾ അലക്കുകയും വെള്ളം കോരുകയും പാത്രം കഴുകുകയും അരക്കുകയും അടുപ്പിൽ ഊതുകയും ഇരിക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എക്സസൈസ് കിട്ടിയിരുന്ന ആളുകളാണ്. എന്നിപ്പോൾ 10 വയസ്സിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ എക്സസൈസുകളും ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 28 ദിവസം കൂടുമ്പോഴുണ്ടാകുന്ന ഈ 5-8 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ ബ്ലീഡിങ്ങും വെച്ച് കൊണ്ടിട്ടാണ് അവരെ എല്ലാ ജോലികളും മേക്കാട് പണിക്ക് വരെ പോയിക്കൊണ്ടിരുന്ന സ്ത്രീകളെ എനിക്കറിയാം. ഈ ഒരു അവസ്ഥയിലും അവർ വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥ കൊണ്ടിട്ട്. അപ്പോൾ സ്ത്രീകൾ അത്രയും സഹിച്ചിട്ടാണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു 50 വയസ്സ് വരെ, അതായത് ഒരു 10 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 50 വയസ്സ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 വർഷക്കാലം നമ്മൾ ഈ എല്ലാ മാസവും ആർത്തവം കൊണ്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്കുണ്ടാകുന്ന ഡെലിവറിയുടെ സമയങ്ങൾ, ആ സമയത്തും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. 9 മാസത്തോളം ഈ കുട്ടിയെ വയറ്റിൽ ചുമക്കുമ്പോഴും ശരീരത്തിനുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ടും ഈ അയൺ ഡെഫിഷ്യൻസി കൊണ്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ആ സ്ത്രീ സഹിച്ചുകൊണ്ട് തന്നെയാണ്. ഒരമ്മയുടെ കാര്യമല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും കാര്യമാണ് പറയുന്നത്. എന്നാലും അവരതൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ്. സഹനശക്തി കൂടുതലുള്ളതും അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സഹനശക്തി ഏറ്റവും കൂടുതലുള്ളത്, ധൈര്യവും സഹനശക്തിയും കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നടന്നിട്ടും അവസാനം 9 മാസം കഴിഞ്ഞ് ഡെലിവറിയുടെ സമയത്തുണ്ടാകുന്ന ആ ഒരു മരണവേദന എന്ന് പറയുന്ന വേദനയും സഹിച്ച് കുട്ടി പുറത്ത് വന്നു കഴിയുമ്പോൾ, അഥവാ അതല്ല സിസേറിയനാണെങ്കിൽ അതിൻ്റെ വേദനയും സഹിച്ച് നമ്മൾ കുട്ടിയെ പുറത്തെടുത്ത് അതിനെ പരിപാലിച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക ആ അമ്മ മാത്രമായിരിക്കും. അപ്പോൾ അവർ ആ കുട്ടിയെ പൊന്നുപോലെ വളർത്തി ഒരു വയസ്സ് 10-12 ഉണ്ണിയായി പോകും എന്നാണ് പറയുക. 12 ഉണ്ണിയായിട്ടാണ് ജീവിക്കുക, അമ്മയുടെ പുറകെ നടന്നിട്ട് അങ്ങനെ ജീവിച്ച് അത് കഴിയുമ്പോഴാണ് അവരവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ അടിക്കടി കുട്ടികളുണ്ടാവുന്ന ആളുകളുടെ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അവർക്കും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അടിക്കടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ പണ്ടൊക്കെ 10ഉം 17ഉം ഡെലിവറി വരെ ഉള്ള സ്ത്രീകൾ ഉണ്ട്, അവർക്കതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അതൊരു വിഷയമാണ്. അവർ തുടങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും അതിനുള്ള മരുന്നുകളും വൈറ്റമിൻസുകളൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുകളേറെയുള്ളത് സ്ത്രീകൾക്കാണ്. അത് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു 50 വയസ്സിൽ ആർത്തവ വിരാമം, മെനോപോസ് എന്നുള്ള സംഭവം കൂടിയുണ്ട്. അതോടുകൂടി അവരുടെ ശരീരത്തിലുള്ള എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാ പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഉൽപ്പാദനം കുറയുവാണ്. സ്ത്രീ ശരീരം താങ്ങി നിർത്തുന്നത് തന്നെ ഈസ്ട്രജൻ ഹോർമോണാണ്. നമുക്ക് എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും എല്ലാത്തിനും അത് ഉപകരിക്കും. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് ഓരോ ജീവിത പങ്കാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ മനസ്സിനും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അമിതമായ ദേഷ്യം, സങ്കടം, വിഷമങ്ങൾ, പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനത്തെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കാൻ വീട്ടിലുള്ള ആളുകൾ തയ്യാറായില്ലെങ്കിൽ അവർ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിലും ഉറക്കക്കുറവ് കൊണ്ടിട്ട് അതിരാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റോളണം എന്നുള്ളതൊരു കഷ്ടമാണ്. നമ്മൾ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, വെളുപ്പിനാണെന്ന് ഉറങ്ങാൻ പറ്റിയതെങ്കിൽ നമുക്കൊന്നൊരു 9 മണി വരെ 10 മണി വരെ കിടന്ന് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ നമ്മളാകെ വിഷമത്തിലാവും. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് രാത്രിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല അസുഖങ്ങളും വന്നുകൂടും. തൈറോയിഡ്, കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനത്തെയുള്ള അസുഖങ്ങളൊക്കെ ഈ 50 വയസ്സോട് അനുബന്ധിച്ച് വരുന്ന അസുഖങ്ങളാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രോഗത്തിൻ്റെ ഒരു താളം ചവിട്ടലാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമുക്കത് തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ, അല്ലാതെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സൈക്യാട്രിയിലോട്ടൊക്കെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു ചേരും. സ്ത്രീകളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർ അതിനെ അനുകൂലിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് നാളെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, അതായത് ഈ മെനോപോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഒരു 3-4 വർഷത്തോളം ആയി കഴിയുമ്പോൾ അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ശീലമായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെയാണ്, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇന്നത്തെ വീഡിയോ. ഇതറിയാത്ത ആളുകളാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.